വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോ PSC ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് കുറേ അധികം സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒന്നും ചെയ്യാതെ കുറച്ച് നാൾ ഇരുന്നിട്ട് അവർക്ക് ഇപ്പോൾ ഒന്ന് PSC എക്സാം എഴുതിയാൽ കൊള്ളാം. പലർക്കും PSC പഠിച്ച് ജോലി കിട്ടി, അപ്പോൾ ഞാനൊന്ന് എഴുതിയാൽ കൊള്ളാം എന്ന് വിചാരിച്ച് PSC എക്സാം എഴുതാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ അവർക്ക് പല സംശയം ഉണ്ടായിരിക്കും. പലരും പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവോ, കുറെ നാള് ഇതിനു വേണ്ടി പഠിച്ചു കഴിഞ്ഞ് ഇനി PSCയുടെ ഏജും പോവും, അതുപോലെ തന്നെ എന്താണ് പ്രൈവറ്റ് ജോലിക്കാണെങ്കിലും ഒരു ഏജ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് നടക്കുമോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൺഫ്യൂഷനോട് കൂടി ഇരിക്കണ കുട്ടികളായിരിക്കും. അപ്പൊ അത്തരം കുട്ടികളുടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ടീച്ചറുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അതായത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് ഒരു കാര്യം അവര് എന്താ പറയുന്നത്, അവരുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാം പോലെയാണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ടാവും. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു സിലബസ് അങ്ങനെയാണ് നമ്മൾ വരുന്നത് ഈ മേഖലയിലേക്ക്. അപ്പോൾ ഇത് അങ്ങനെയല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഡിഗ്രിയോ PGയോ ഒക്കെ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇറങ്ങിയ കുട്ടികളുടെ ഒരു അവര് ഈ സെമസ്റ്റർ വൈസ് യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഒരു സെമിസ്റ്ററിന് ഇത്ര സിലബസ്, അപ്പൊ അതനുസരിച്ച് അവർ കൃത്യമായിട്ട് പഠിച്ചു, ലൈബ്രറി പോയി നോട്ട് ഉണ്ടാക്കി, അങ്ങനെയൊക്കെ പഠിച്ച ആ ഒരു മെത്തേഡ് അല്ല നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാം മേഖലയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എവിടേക്ക് ഇറങ്ങാനായിട്ട്, ഈ PSC പഠിക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം പോലെയുള്ള ഒരു സിലബസ് അല്ല, ഇവിടെ വിശാലമായിട്ടുള്ള സിലബസ് ആണ്. ഇപ്പൊ LGS പോലെയുള്ള പരീക്ഷകളാണെങ്കിൽ അത്ര വിശാല കാര്യങ്ങൾ എവിടെ ഇല്ല, സിലബസിലില്ല. നമ്മളിപ്പോ ഒരു LDC ലെവൽ തൊട്ട് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം LDC ആയിക്കോട്ടെ, അതുപോലെ തന്നെ +2 ലെവൽ ഏത് എക്സാം ആയിക്കോട്ടെ, ഇപ്പൊ LP UP അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ, ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ ഡിഗ്രി ലെവൽ, അങ്ങനെ ഓരോന്നിനും കൃത്യമായിട്ടുള്ള സിലബസ് അവർ പറയുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നാളായിട്ട് അത് പഠിച്ചിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് പഠിക്കാൻ തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഓരോ എക്സാമിനും ഏത് സിലബസ് ആണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ആ സിലബസ് അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് വരേണ്ടത്. ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബിഗിനേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിച്ചു തുടങ്ങുന്നുള്ളൂ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ടെൻഷൻ, ഒട്ടുമിക്ക കുട്ടികൾക്കും തുടക്കമാവുമ്പോൾ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ പരീക്ഷ നേടാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. കാരണം എന്തുകൊണ്ടാണെങ്കിലേ, ഇപ്പൊ കുറെ നാളായിട്ട് പരീക്ഷ എഴുതി ഇരിക്കുന്ന കുട്ടികൾ ഒരു 3, 4, 5, 10, 15 പരീക്ഷ എഴുതി, എനിക്ക് ഈ പരീക്ഷ എങ്ങനെയാലും എഴുതണം, കിട്ടണം, അങ്ങനെയുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് അവർ ആ പരീക്ഷ എഴുതണത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എന്താ പറയാ സംഭ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പരീക്ഷ എഴുതാതിരിക്കുമ്പോൾ. അങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ തന്നെ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കുറയും. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ അറിയണ കാര്യങ്ങൾ പലതും തെറ്റിക്കും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറെ നാളായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരോട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്ന് വരും. ഇത്ര നാളായിട്ടും കിട്ടിയിട്ടില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഫ്രഷേഴ്സിനെ അപേക്ഷിച്ച് അവർക്ക് അത് നേരിടേണ്ടി വരില്ല. അപ്പോൾ ഫ്രഷേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ PSC പഠിക്കാൻ ആരോടും പറയണ്ട. നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സിന്, വല്ല ഡിപ്ലോമ കോഴ്സിന് പോകണമെന്നോ കമ്പ്യൂട്ടർ കോഴ്സിന് പോകണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ പോവുക. നിങ്ങൾ അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നെ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. അപ്പൊ തന്നെ പകുതി സൊസൈറ്റിയിൽ നിന്നുള്ള, ചുറ്റുപാടിൽ നിന്നുള്ള ടെൻഷനിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോ പിന്നെ നിങ്ങൾ ഇപ്പൊ ഞാൻ ടീച്ചർ പറഞ്ഞു ആദ്യം തന്നെ സിലബസ് യൂണിവേഴ്സിറ്റി എക്സാം പോലെയല്ല, കുറച്ചും കൂടി വിശാലമായിട്ടുള്ള സിലബസ് ആണ്. സിലബസിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. നിങ്ങൾ ആരോടാണെങ്കിലും, ഒരു ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടി അല്ലെങ്കിൽ നല്ല റാങ്കുകളിൽ എത്തിയ ഏത് കുട്ടികളോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കിയോളൂ, അവര് ഈ 100% ഈ സിലബസ് കംപ്ലീറ്റഡ് ആയിട്ടൊന്നുമല്ല പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും നേടിയിട്ടുള്ള ആൾക്കാരാവുക. എന്തായിരിക്കും അവർ ചെയ്യേണ്ടാവുക? ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരിക്കലും നമുക്ക് സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ച് അരച്ച് കലക്കി കുടിച്ച് പോയി പരീക്ഷ എഴുതാനൊന്നും സാധിക്കില്ല. കാരണം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത്, അങ്ങനെ സാധിക്കണമെങ്കിൽ ഒരു 1-2 വർഷം ഇതിനു വേണ്ടി ഇരുന്ന്, എന്നാലും നമ്മൾ അപ്പോഴും പലതും വിട്ടുപോയിട്ടുണ്ടാവും. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് എങ്ങനെയാണെങ്കിൽ PSC ഇതാണ് സിലബസ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇതിന് ഇത്ര മാർക്ക് വരുന്നു, ഇതിന് ഇത്ര മാർക്ക് വരുന്നു, അങ്ങനെ ഒന്നും പറയാറില്ല. ഇപ്പോൾ ഓരോ എക്സാം ലാസ്റ്റ് ഗ്രേഡ് തുടങ്ങിയിട്ടുള്ള ഏത് ഡിഗ്രി ലെവൽ KAS എക്സാം ഏത് എക്സാം ആണെങ്കിൽ കൂടി അതിന് നിങ്ങൾക്ക് ഓരോ സിലബസ് തന്നിട്ട് സിലബസിൽ ഒരു ടോപ്പിക്കിന് എത്ര മാർക്ക് ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറയും. ഇപ്പൊ കറണ്ട് അഫയേഴ്സിന് ഇത്ര മാർക്ക്, അതുപോലെ തന്നെ ഹിസ്റ്ററിക്ക് ഇത്ര മാർക്ക്, അത് കേരള ആണെങ്കിൽ ഇത്ര മാർക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര മാർക്ക്, സയൻസിന് ബയോളജിക്ക് ഇത്ര മാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് പറയുമ്പോൾ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുക. ചില സന്ദർഭങ്ങളിൽ ചില സബ്ജക്റ്റ് വളരെ വിശാലമായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ഹിസ്റ്ററി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഹിസ്റ്ററിയിൽ എന്തുണ്ടാവും? ഏൻഷ്യൻ ഇന്ത്യ ഉണ്ടാവും, മെഡീവൽ ഇന്ത്യ ഉണ്ടാവും, മോഡേൺ ഇന്ത്യ ഉണ്ടാവും. ഇതന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലുണ്ട്. ഇതുപോലെ കേരള ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ വിശാലമായിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെല്ലാത്തിനും കൂടി 5 മാർക്ക് കിട്ടണു എന്ന് വിചാരിക്കുക. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷന് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ പഠിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പരന്ന കാര്യമൊന്നല്ല. ഒരു സുഖമായിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് ഇരുന്നാൽ പഠിച്ചു തീർക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ വേറെ കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ തന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് റിനൈസൻസ്, കേരള റിനൈസൻസ്. അതിനൊക്കെ ഇത്ര മാർക്ക് പറയുമ്പോൾ നിങ്ങൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക എന്നുള്ളതാണ്. ഏതിനാണ് കൂടുതൽ മാർക്ക് കൊടുത്തിരിക്കണം. അപ്പൊ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് ആ സബ്ജക്റ്റിന് ഇപ്പോൾ എല്ലാ പരീക്ഷകളും പോലെയല്ല. ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ ആണെങ്കിൽ അതിൽ മാത്സിനും കറണ്ട് അഫയേഴ്സിനും ആണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയും. GK ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടെന്നല്ല കേട്ടോ, GK കൊടുക്കണം. അപ്പോൾ മാത്സിന് 10 മാർക്കുള്ളൂ, പക്ഷെ ഇംഗ്ലീഷിന് അല്ല കറണ്ട് അഫയേഴ്സിന് അവിടെ എത്ര മാർക്ക് ഉണ്ട്? 20 മാർക്ക് ഉണ്ട്. ഇനി എന്നാൽ LDC ലെവലിൽ നോക്കുമ്പോൾ ഇംഗ്ലീഷ് 10, മലയാളം 10 അല്ലെ, അങ്ങനെ ഓരോന്നും 10. അപ്പൊ അതിന് മാത്സ്, അപ്പൊ അങ്ങനെ ഓരോന്നിനും ആവുമ്പോൾ നല്ലൊരു ഭാഗം GKയിൽ നിന്ന് മാറി നിൽക്കും. GK നിങ്ങൾ പഠിക്കേണ്ടെന്നല്ല പറയണേ. അപ്പൊ നമ്മൾ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി, ടോപ്പിക്ക് മനസ്സിലാക്കി, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ധാരണയാക്കി. പല രീതിയിൽ നമ്മൾ പഠിക്കും. ചില കുട്ടികൾ പോയി പഠിക്കും, ചില കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കും. അപ്പൊ നിങ്ങൾ വല്ല ഇന്റേൺഷിപ്പ് ചെയ്യാനോ ഓൺലൈൻ ആയിട്ടാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇരുന്ന് പഠിച്ചാൽ മതി വീട്ടിലിരുന്ന്. അപ്പൊ വീട്ടിലിരുന്ന് പഠിക്കുന്നതും പോയി പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പുറമേയുള്ള കോമ്പറ്റീഷനെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ധാരണയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോമ്പറ്റീഷനാണ് നമ്മുടെ ഈ PSC എക്സാമിന്. അപ്പൊ നമ്മളൊരു ഓഫ്ലൈൻ സെന്ററിൽ പോവുകയാണെങ്കിൽ അവിടെ കുട്ടികൾ എങ്ങനെ മാത്രം പഠിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സിലബസും കാര്യങ്ങളൊക്കെ കിട്ടും, ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ കോമ്പറ്റീഷൻ അറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ പേടിപ്പിക്കണതല്ല, നമ്മൾ പഠിക്കണേക്കാൾ മുന്നേ കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. നല്ല കട്ട കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ ഗൗരവത്തോടു കൂടി എടുത്ത് പഠിക്കണം. ഫ്രഷേഴ്സ് ആവുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആയിരിക്കും, നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ടായിരിക്കും പഠനം തുടങ്ങുന്നുണ്ടാവുക. ആ എനർജി നിങ്ങളുടെ കയ്യിൽ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടാൻ വരെ ഉണ്ടായിരിക്കണം. അതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് ആ എനർജി ചോർന്നു പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എനർജി ചോരാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. അത് ഇപ്പോൾ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ ലിസ്റ്റിൽ വന്നു വിചാരിക്കും. അപ്പൊ രണ്ടാമത്തെ എക്സാം എഴുതാൻ കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ ഭയങ്കര കുറച്ചും കൂടി നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും രണ്ടാമത് എഴുതുമ്പോൾ. ഇനി ഇപ്പൊ ആദ്യത്തെ എക്സാം ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ ജോലി കിട്ടില്ല, വേണ്ട നമ്മൾ ലിസ്റ്റിൽ എത്തിയല്ലോ, അതാണ് ഒരു പ്രധാനം. രണ്ടാമത്തേൽ അപ്പൊ നമുക്ക് നല്ല റാങ്കിൽ നേടാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രാഫിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും എന്താ പറയുക ഡീമോട്ടിവേറ്റഡ് ആവരുത്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ, ഞാൻ ഇവിടെയല്ലേ എത്തിയുള്ളൂ, അങ്ങനെയുള്ള ഒരു എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ, അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ള ആൾക്കാർ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈ കിട്ടണ വരെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പിന്മാറാണ്ട് നിങ്ങൾ അതേ ഗൗരവത്തോടു കൂടി മുന്നോട്ട് പോവാന്നുള്ളതാണ്. അത്രയും പ്രാധാന്യമാണ്. അതായത് എന്താ പറയാ ആ ഒരു എനർജി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. എന്നാൽ മാത്രമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറെ നാളായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ടെൻഷനായിരിക്കും, പേടിയായിരിക്കും, അപ്പോൾ ഇതെങ്കിലും കിട്ടിയാൽ മതി, അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ ഇല്ല എന്നല്ല ടീച്ചർ പറയണേ. അതായത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നന്നായി പഠിക്കേണ്ടതാണ്.
അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പഠിക്കാത്ത കുട്ടികൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾക്ക് മാർക്ക് കുറയുമ്പോൾ വിഷമം അങ്ങനെയൊക്കെ. അപ്പൊ അതിനർത്ഥം അല്ലെങ്കിൽ മാർക്ക് കൂടുമ്പോൾ ഭയങ്കര സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതിനുള്ള റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം വരുന്നത്. അല്ലെങ്കിൽ പഠിച്ചത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് നമുക്ക് ആ ഒരു ഭയവും കാര്യങ്ങളൊക്കെ അവിടെ വരണേ. അപ്പൊ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ടെൻഷൻ ഇല്ലാണ്ട് പരീക്ഷ എഴുതാനൊന്നും പറ്റില്ല. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ വലിയൊരു ടെൻഷനാക്കി നമ്മൾ ആകെ കൊളാക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഉള്ളിൽ ആ ചെറിയൊരു ഭയം ഉണ്ടെങ്കിലാണ് നമ്മൾ ഭംഗിയായിട്ട് അത് പഠിച്ചു മുന്നോട്ട് പോവുള്ളൂ. ആ ഭയം ഉള്ളത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭയം ഉള്ളത് കൊണ്ടാണ്, ഭയം ഉള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണ കാരണം കൊണ്ടാണ്, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്ന അത്യന്തികമായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭയം ഉണ്ടാവണേ, ചെറിയ രീതിയിലെങ്കിലും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഭയം നമ്മുടെ ഉള്ളിൽ കെടുക്കട്ടെ, അത് വളരെയധികം നല്ലതാണ്. ഇനി ഞാൻ പറയുന്നത്, ഇനി അടുത്തൊരു കാര്യമുണ്ട്. പുതിയ കുട്ടികളാകുമ്പോഴേ അവർക്ക് അറിയില്ല എങ്ങനെയാ പഠിക്കണ്ടേ. ഓൺലൈൻ ക്ലാസ്സിന് ഇപ്പൊ കുറെ കുട്ടികളൊക്കെ എന്താ പറയാ, ഏതെങ്കിലും വലിയ വലിയ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് അവര് പഠിച്ചിരിക്കും കേട്ടോ. അപ്പൊ പഠിക്കാൻ തുടങ്ങും. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ആപ്പിലുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ആ ഒരു സിലബസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇപ്പൊ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് കാണുന്ന കുട്ടിയാണെന്ന് വിചാരിക്കും, ആദ്യമായിട്ടുള്ള ഒരു പുതിയ കുട്ടിയാണ്. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് കണ്ടു. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്നിട്ട് ആ ക്ലാസ് കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യും, വേറൊരു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് വേറൊരു ചാനൽ കാണുകയാണ്. അവിടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നോക്കുമ്പോൾ അവിടെ കുറെ പോയിന്റുകൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവര് മോശമാണോ, ഇവർക്ക് എന്താണ്, ഇവർ ഇത്ര പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ അതും കൂടെ കാണാം. എന്നിട്ട് വേറൊരു ചാനലും കൂടെ കണ്ടു, വേറൊരു ടീച്ചറുടെ ചാനൽ അല്ലെങ്കിൽ മാഷിന്റെ ചാനൽ കണ്ടു. അപ്പൊ അവിടെ കാണുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യം. അപ്പൊ നിങ്ങൾ എന്താ ഡൈവേർട്ട് ചെയ്ത് പോവാ മക്കളെ. അപ്പൊ നമ്മൾ മാറി മാറി പോവാ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒന്നോ രണ്ടോ കണ്ടോളൂ, ഞാൻ വേണ്ടാന്ന് പറയില്ല. നിങ്ങൾ ഒരു ആപ്പ് എടുത്തു, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ നല്ല ഒരു യൂട്യൂബ് ചാനലിനെ നിങ്ങൾ ഫോളോ ചെയ്തു. അവര് ഒരു പ്രത്യേക എക്സാമിന് വേണ്ടി ആ സിലബസ് അനുസരിച്ചിട്ടുള്ള ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഇപ്പോ ഒരു LGS എക്സാമിന് ഹിസ്റ്ററിയുടെ ക്ലാസ് പറഞ്ഞു കൊടുത്ത ആള് വേറൊരു ഹിസ്റ്ററിയുടെ ക്ലാസ് കാണുമ്പോൾ അവര് ജനറൽ PSCയുടെ ഹിസ്റ്ററിയുടെ ക്ലാസ് ആവും കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ഡിഗ്രി ലെവലിൽ പഠിക്കണ വരെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ KS എക്സാമിന് അത് എന്താ പറയുക, ഏറ്റവും ടോപ്പിൽ നിൽക്കണ KS എക്സാമിന് എന്തൊക്കെ പോയിന്റ് വേണം എന്നുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ടാവും. അത് ലാസ്റ്റ് ഗ്രേഡിന് ആവശ്യം ഉണ്ടാവുമോ? ഇല്ല. ലാസ്റ്റ് ഗ്രേഡിന് ആവശ്യമുള്ള കാര്യങ്ങൾ വേറെ, അത്രയും ഗംഭീരമായിട്ട് നമ്മൾ അരച്ച് കലക്കി കുടിച്ച് പഠിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അത്രയും സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഓരോ ഭാഗങ്ങളും ഉള്ളിലേക്ക് ചകിഞ്ഞ് നോക്കിയൊക്കെ പഠിക്കേണ്ടി വരിക. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഗ്രേഡിന് പഠിക്കണ ഹിസ്റ്ററി, KSന് പഠിക്കണ ഹിസ്റ്ററി പഠിച്ച് ഇവിടെ 3 ദിവസം കൊണ്ട് ഹിസ്റ്ററി തീർക്കാൻ അവിടെ 30 ദിവസമായാലും ഹിസ്റ്ററി തീർന്നുണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ ഒരിക്കലും 2 വഞ്ചിയിൽ കാലിടാൻ പോലെ മക്കളെ, അല്ലെങ്കിൽ പല പല മേഖലകളിലേക്ക് മാറി പോവല്ലേ. അത് ആ ടീച്ചേഴ്സിന്റെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലാസ് തരുന്ന ടീച്ചേഴ്സിന്റെ കുഴപ്പമില്ല. ഇപ്പൊ ഒരു ടീച്ചർ 10th ലെവലിന് കൊടുക്കുന്നുണ്ടാവും, +2 ലെവലിന് കൊടുക്കുന്നുണ്ടാവും, ഡിഗ്രി ലെവലിന് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ LP UPക്ക് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ടാവും. പല ആൾക്കാരും പല ക്ലാസ്സുകൾ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ബയോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റഡ് ആയിട്ടും പലതും കൊടുക്കുന്നുണ്ടാവും. ഒരു ലാസ്റ്റ് ഗ്രേഡിന് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണ പോലെ അല്ല ഡിഗ്രി ലെവലിന് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവൽ ക്ലാസ്സുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് എന്നാൽ അപ്പോൾ ഒരു ജില്ലയോ അല്ലെങ്കിൽ സംസ്ഥാനമോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഒരു ജില്ലയെ കുറിച്ച് അല്ലെങ്കിൽ സംസ്ഥാനത്തെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എല്ലാത്തിനും നിങ്ങൾ പഠിക്കണം. അതുപോലെയല്ല മറ്റ് സബ്ജക്റ്റുകൾ കുറച്ചും കൂടി ഡീപ്പായിട്ടായിരിക്കും അവിടെ പറയുണ്ടാവുക. അപ്പൊ അത്ര നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ, ഏത് ടീച്ചറാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ, ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയാണോ യൂസ് ചെയ്യുന്നത്, അവരെ നിങ്ങൾ ഒരാളെയോ അല്ലെങ്കിൽ രണ്ടാളെയോ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വിശ്വാസമില്ല, നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പോവുക. അത് നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരിക്കലും എന്താ ചെയ്യണം, ഇവിടത്തേക്ക് നല്ലത് അവിടെ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈമും പോവും, നമ്മുടെ സിലബസ് ഒട്ടുപോലും ആവില്ല. അതായത് നമ്മളൊരു 60 to 70% എങ്കിലും സിലബസ് കംപ്ലീറ്റ് ആക്കണ്ടേ. അപ്പൊ അത് നമ്മൾ നടക്കില്ല. അപ്പൊ അതൊരു കാര്യം. ഇനി രണ്ടാമത്തേത്, ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികൾ മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളാണ്. ഇപ്പൊ ഡിഗ്രി എക്സാം ആണെങ്കിൽ കൂടി അവരിപ്പോ 2 മണിക്കൂറിന്റെ എക്സാം എഴുതുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടി അവർ പ്രീവിയസ് ഇയറിലെ യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അവർ ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എസ്സേസും പാരഗ്രാഫ്സും അല്ലെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റാൻ വേണ്ടി ആ സമയത്തിനുള്ള അങ്ങനെ എഴുതി ശീലിക്കണ കുട്ടികളാണ്. അപ്പൊ അത്തരം കുട്ടികൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം മേഖലയിൽ വരുമ്പോൾ അവരെ മോക്ക് ടെസ്റ്റുകൾ കുറെ സെലക്ട് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പൊ ഈ ജാനുവരി തൊട്ട് തുടങ്ങിയേക്കണേന്ന് വിചാരിക്കുക, നമ്മൾ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയേക്കണേ, ജാനുവരി തുടങ്ങിയാണ്. നിങ്ങൾ ആദ്യം തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യരുത്. ഞാൻ അതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ആദ്യം മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ
ഏത് സബ്ജക്റ്റിനെ കുറിച്ച് എടുത്താലും ഒരു സബ്ജക്റ്റിൽ ഒരു ഇത് തരും. അതിൽ ആ 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ അതിൽ പകുതി പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്യാണ്ട് എങ്ങനെയാണ് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുക, നിങ്ങൾ എന്ത് ചെയ്തോളണം, അതായത് നിങ്ങളുടെ സിലബസ് ഒരുവിധമായതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്തോളുക, മോക്ക് ടെസ്റ്റുകൾ. അത് കഴിഞ്ഞ് ധാരാളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. എപ്പോഴും റിവിഷനും മോക്ക് ടെസ്റ്റുമാണ് നമ്മൾ റാങ്കിൽ എത്തിക്കുന്ന ഘടകം. അതായത് ഒരു സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് ഏത് ടീച്ചേഴ്സിനെയോ ഏത് ചാനലിനെയോ ഏത് എന്തിനെയാണോ യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലബസിന്റെ ഒപ്പം നല്ലൊരു റാങ്ക് ഫയലും കൂടി ഒരു ടോപ്പിക് എടുത്തു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1857 റിവോൾട്ട്, അത് നമുക്ക് ലാസ്റ്റ് ഗ്രേഡിന് പഠിക്കാനുണ്ട്. അപ്പോൾ അത് എല്ലാത്തിനും ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഇപ്പോൾ വരികയാണല്ലോ, അപ്പോൾ അതിന് പഠിക്കാണ്ട്. അപ്പോൾ 1857 റിവോൾട്ട് ഒരു ടീച്ചറുടെ ക്ലാസ് കണ്ടു. ആ ടീച്ചറുടെ ക്ലാസ് കേട്ടു, അത് മുഴുവൻ കേട്ട് മനസ്സിലാക്കി. നമ്മുടെ കയ്യിൽ നല്ലൊരു റാങ്ക് ഫയൽ ഉണ്ട്. ആ റാങ്ക് ഫയലിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതിലെന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ഉണ്ടോ, അതും കൂടെ നോക്കി. വേണമെങ്കിൽ ഒരു ടീച്ചറേയും കൂടി ലാസ്റ്റ് ഗ്രേഡിന് നിങ്ങൾ ക്ലാസ് കാണുക. ഈ 2 ക്ലാസ് കണ്ടതിന് ശേഷം ആ 1857 റിവോൾട്ട് അവിടെ വെക്കുക. പിന്നെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. പഠിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. പിന്നെ അഡീഷണൽ പോയിന്റ്സോ അല്ലെങ്കിൽ എന്താ പറയുക റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ സിലബസ് പഠിച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രമാത്രം ചെയ്യുന്നുവോ, എത്രമാത്രം നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുവോ, ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഓരോ കുട്ടികളെയും റാങ്കിൽ എത്തിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് ആണ്, അല്ലെങ്കിൽ ഈ അടുത്ത് വരാൻ പോണ എക്സാമുകളാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് മിക്കവരും. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നില്ലെങ്കിൽ മൊബൈലാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും അഡിക്റ്റഡ് ആണ്. പലർക്കും അത് ഇപ്പൊ നമ്മൾ കുറച്ചു നേരം വായിച്ചു മടുത്തു, അപ്പൊ നമ്മളൊന്ന് യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ മറ്റേ ഇൻസ്റ്റ നോക്കി, അങ്ങനെ നോക്കി നമ്മുടെ സമയം കളയാൻ പാടില്ല. നമ്മുടെ ഭാവി ആരുടെ കയ്യിലാണ്? നമ്മുടെ തന്നെ കയ്യിലാണ്. പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം, ഇത് നേടിയേ തീരൂ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബ് കാണുക, ഇൻസ്റ്റയിൽ ഇരിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാലോ. ഇത് അപ്പൊ നമുക്കൊരു ജോലി കിട്ടിയിട്ടാ പിന്നെ നമുക്ക് അതൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മൾ റാങ്കിൽ വന്നതിന് ശേഷമാണ്, അപ്പൊ നമുക്ക് അവിടെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പഠിക്കുമ്പോൾ നമ്മൾ മറ്റ് മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകരുത്. പിന്നെ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് പല കുട്ടികളും പറഞ്ഞു, ടീച്ചറെ വേണം ഇത്തരം ക്ലാസ്സുകൾ വേണം. അതായത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മോട്ടിവേഷനാണ്. ടീച്ചർ ക്ലാസ് ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ലതാണ്, കുറച്ച് പോസിറ്റീവ് എനർജി ഉണ്ട്, ഒക്കെ ടീച്ചർ സമ്മതിച്ചു, ഒക്കെ നല്ലതാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലാസ് എടുക്കാൻ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മോട്ടിവേറ്റർ ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് മോട്ടിവേഷൻ വരേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഒരു കാര്യം പറഞ്ഞു, അത് കുറച്ചു നേരത്തേക്ക് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം നിങ്ങൾക്ക് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായേക്കാം. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എനർജി പോവും. നമുക്ക് ആ എനർജി പോവാതെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത നമുക്കാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലാണ്, നമ്മളാണ് ആരാവേണ്ടത്? നമ്മുടെ മോട്ടിവേറ്റർ ആവേണ്ടത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ എനർജി പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഇത്തരം വീഡിയോസ് കാണുക, അല്ലെങ്കിൽ അങ്ങനെ നല്ല മോട്ടിവേഷണൽ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ല റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കുക. അങ്ങനെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും, അതായത് 1ാം റാങ്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള റാങ്കുകളൊക്കെ നേടിയിട്ടുള്ള കുട്ടികൾ എത്രയോ അധികം പ്രശ്നങ്ങളിൽ കൂടെയാണ് ഈ റാങ്കുകളിൽ എത്തിയെന്ന് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് തന്നെ അറിയാണ്ട് ഒരു എനർജി വരാനായിട്ട് കാരണവും. ഇതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിനൊപ്പം തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് പ്രാവർത്തികമാക്കാനും പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വരാനും വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഒരു ബിഗിനർ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇനി ഇപ്പൊ LGS എക്സാമിന് അല്ലെ വളരെ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ, പക്ഷെ അതിനുള്ളിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ലിസ്റ്റിൽ വന്ന് നല്ല റാങ്കിൽ വന്ന് നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ടീച്ചറുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.